സോമ ഓ സ്ഥലം മാറ്റത്തിന്റെ കാര്യം പറഞ്ഞിട്ട് എന്നായി? സ്ഥലം മാറി പോകാനാണെങ്കിൽ എന്നേ പോവായിരുന്നു. നമുക്കിവിടെ നിന്നല്ലേ പറ്റൂ. എന്നിട്ട് എന്നായി കാര്യം? സർക്കാർ കാര്യമല്ലോ, എപ്പോഴാ എന്നതാന്ന് ആർക്കറിയാം. സോമചേട്ടോയ്, ആ എന്നാ ഉണ്ട്? ഇതാടെ പിടിച്ചില്ലേ? ഇതിപ്പോ നിങ്ങൾ സ്ഥിരമാക്കിയ ഓ സോമനാമ്പുലിസോ പോടാ. മോളെ ഏത് സിനിമാ നടിയുടെ പടമാ വരയ്ക്കുന്നേ? ഞാൻ അമ്മൂമ്മയാ വരയ്ക്കുന്നേ. ആണോ? നോക്കട്ടെ. കണ്ടോ, കുറച്ചുകൂടെ ഒക്കെ ശരിയാവാനുണ്ട് ഈ തള്ളവരലൊക്കെ. അമ്മൂമ്മേ, ഇത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമല്ലേ? അപ്പൊ നമ്മൾ അതിനെ തള്ളവിരൽ എന്നൊക്കെ വിളിക്കാവോ? അമ്മ വിരൽ എന്ന് വേണം പറയാൻ. ഇപ്പൊ രണ്ടെണ്ണത്തിനെ സഹിക്കണമല്ലോ എന്റെ ഈശ്വരാ. കൊച്ചിനെ സ്കൂളിലും വിടത്തില്ല, വീട്ടിലിരുത്തി ഇങ്ങനെ പഠിപ്പിച്ചോണ്ടിരുന്നു. പ്രസിഡന്റ് എന്തോ തെറ്റിദ്ധരിച്ചതാ. എന്റെ അറിവ് ഇവിടുന്ന് അങ്ങനെ ഒരു പരാതി പോയിട്ടില്ലെന്നേ. ഒന്ന് പോയെന്നെ സണ്ണി, തനിക്കൊക്കെ എന്തറിയാം? ഇവിടെ ചിലരൊക്കെ ഫേമസ് ആവാൻ വേണ്ടി ഓരോന്ന് കാണിക്കുന്നത്. എന്താ സാറേ പ്രശ്നം? കുന്തം. എടോ ഓഫീസറെ, താനേ എനിക്കെതിരെ ഹരിത സംഘം വഴി അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിൻ തൈകൾ വിതരണം ചെയ്യാൻ തീരുമാനമായിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. എടോ, എന്റെ പെസ്റ്റിസൈഡ് ഫാക്ടറി തോട്ടിലോട്ട് വേസ്റ്റ് തള്ളുന്നു പറഞ്ഞ് താൻ കേസ് കൊടുത്തായിട്ട് ഞാൻ അറിഞ്ഞു. പോരാത്തതിന് അനധികൃത മണൽക്കൊള്ളയും. എടോ, ഈ തോട്ടുവേലും തോട്ടപ്പള്ളിയിലും ഒക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പുറകെ നടന്ന് മണം പിടിക്കാൻ തനിക്ക് എന്നാത്തിന്റെ കഴപ്പാണ്? ഓ അതാണോ? ഒരു പരിസ്ഥിതി സംരക്ഷകൻ. എടോ, കുട്ടനാട്ടിൽ പ്രളയം വരുമ്പോ പ്രളയജലം പുറത്തോട്ട് വിടുന്നതിന് വേണ്ടി സൗകര്യം ഒരുക്കാനേ സ്പിൽവേലെ തടസ്സം നീക്കാനാ ഈ മണൽ വരുന്നത്. മനസ്സിലായ? പബ്ലിസിറ്റിക്ക് വേണ്ടി പറ്റി ഷോ നടത്താനല്ല, തന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാടും. കഷ്ടം. പ്രളയം വരുമ്പോഴേ അനുഭവിക്കുന്ന ഇവിടുത്തെ പാവപ്പെട്ട നാട്ടുകാരാ. പ്രസിഡന്റ്, ഞാൻ കൊടുത്ത വെറുതെ ഒരു ഹർജിയല്ല. ഇവിടുത്തെ പുഴയുടെ ആഴവും വീതിയും കൂട്ടണമെന്നും പറഞ്ഞു നിങ്ങൾ എത്ര ലക്ഷം ക്യൂബിക്കൽ മീറ്റർ മണലാണ് എടുത്ത്? തീരത്തുനിന്ന് എത്ര കാറ്റാടി മരങ്ങൾ മുറിച്ചു? വില കണക്കുണ്ടോ? കൃത്യമായ കണക്കും രേഖയും വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. എന്നാ പ്രസിഡന്റ് കേട്ടോ, ആ കണക്കും തിരിമറിയെല്ലാം വിവരാവകാശ രേഖ വഴി എടുത്തിട്ട് തന്നെയാണ് ഞാൻ പരാതി കൊടുത്തത്. ദുരന്തം ഒഴിവാക്കാനാണെങ്കിൽ ആദ്യം നന്നാക്കേണ്ട സ്പിൽവേ അല്ലേ? നമുക്ക് 10-40 ഷട്ടർ ഉണ്ടല്ലോ, എത്ര എണ്ണം മരിയ കൊണ്ട്? തുരുമ്പിച്ച് ദ്രവിച്ച ഷട്ടറിന്റെ ഇടയിൽ കൂടി ഉപ്പുവെള്ളം ഒഴുകിയ പാടത്തേക്ക് എത്തുന്ന അവസ്ഥയാണ്. ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരുന്നത് പ്രസിഡന്റ് കൂടാ. മനസ്സിലാവുന്നുണ്ടല്ലോ? പ്രസിഡന്റ് രാവിലെ എന്നെ ചോദിച്ചു മേടിച്ചു. നീ ചെയ്യാനുള്ളത് ചെയ്യടാ സോമ. പക്ഷെ അധികാരം ഇവിടെ കുണ്ടി ഉറപ്പിച്ചിരിക്കാന്ന് നീ വിചാരിക്കണ്ട. അയ്യോ പ്രസിഡന്റ്, ഞാനോ തന്നെ വിചാരിക്കുന്നേ, ഈ ജോലിയൊന്നും ഇല്ലാതെ സ്വതന്ത്രനായിട്ട് വേണം ശരിക്കും ഒന്ന് പ്രതിഷേധിക്കാൻ. നീയൊക്കെ ഈ വട്ടനെ സപ്പോർട്ട് ചെയ്ത് നടന്നോ? കാണാം. ഇങ്ങനെയാണെങ്കിൽ അധികം നാള് കൃഷി ഓഫീസിൽ തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വല്ല സ്ഥലം പറ്റുവാണോ മോനെ? ഏയ് അല്ല, വായിക്ക് രുചിയുള്ളത് വല്ലതും വാങ്ങിച്ചതിനാ കൊതിയായിട്ട് ചോദിച്ചതാ. പിന്നെ മോളിന്ന് എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്നാ കാര്യം? ചേട്ടനാ പടം സൂക്ഷിച്ചു നോക്കിക്കേ. നോക്കട്ടെ. കൊള്ളാലോ. എനിക്ക് ഇതുപോലെ സ്കൂളിൽ പോണം. എനിക്ക് ഇതുപോലെ സ്കൂളിൽ പോണം. അതിനെന്താ, നമുക്ക് നല്ലൊരു ഉഗ്രൻ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ പോയാലോ? എന്നായാലും അവൾ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞല്ലോ. അവള് തന്നെ ഇത് ഇങ്ങോട്ട് പറയാൻ വേണ്ടിട്ടല്ലോ നമ്മൾ ഇത്ര നാളെ കാത്തിരുന്നേ, അല്ലേ മോളെ? ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയല്ലോ. ഒരു കാര്യം ചെയ്യാം, മോളൊരു പ്രവേശന പരീക്ഷ എഴുതട്ടെ. ജയിച്ചാൽ അവളുടെ പാകത്തിന് പറ്റിയ ക്ലാസ്സിൽ ചേർക്കാം. എന്താ? മതി സർ. വാട്ട്സ് യുവർ നെയിം? ഐ ആം ഇന്ത്യ. ഞാൻ പറഞ്ഞില്ലേ, സമയത്ത് സ്കൂളിൽ ചേർത്തില്ലെങ്കിൽ വരുന്ന പ്രശ്നം കണ്ടല്ലോ. സ്വന്തം പേര് ചോദിച്ചാൽ രാജ്യത്തിന്റെ പേരാ പറയുക. നോ സർ, മൈ നെയിം ഇസ് ഇന്ത്യ. അത് കൊള്ളാലോ. ഇതിലും വെറൈറ്റി ഒരു പേരാ സോമചേട്ടൻ ആദ്യം ഇടാനിരുന്നേ, കൃമുഹി. കൃമുഹിയോ? ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു. പിന്നീട് ഞങ്ങൾ വിചാരിച്ചു മതമേ വേണ്ട. ഇവൻ ചെറുപ്പത്തിലെ വ്യത്യസ്തനാണല്ലോ. എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിച്ചാൽ കൊളസ്ട്രോൾ കൂടുമെന്ന് ചോദിച്ച കക്ഷിയാണ്. അപ്പോഴേ സോമ, എക്സാം ഡേറ്റ് ഞാൻ അറിയിക്കാം. ഓക്കെ. ശരി. ഹായ് അച്ഛാ.
നിന്റെ ബാഗിന് തന്നെ പറ്റിയതാടാ? അമ്മ ഇത് എൻ്റെ ബാഗല്ല. അഡ്മിഷൻ ശരിയായോ? ആ, ജോർജ് മാഷ് ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എഴുതിയ പരീക്ഷയ്ക്ക് ഇവയ്ക്ക് എ ഗ്രേഡ് ഉണ്ടെന്ന്. പറ്റിയ നാളെ തന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അച്ചോടാ, ഇനിയിപ്പം ഞാൻ ആരുടെ കൂടെ കളിക്കും? അമ്മൂമ്മ രാത്രി കാണുന്ന സീരിയലൊക്കെ ഉച്ചയ്ക്ക് ഒന്നുകൂടെ കൂടെ കണ്ടാ മതി. ആ, അച്ഛാ, എനിക്കൊരു സംശയം. വീണ പറയാ അച്ഛനമ്മ കെട്ടിപ്പിടിച്ചപ്പോഴാ ഞാനുണ്ടായെന്ന്. ആണോ അച്ഛാ? എന്നാ പിള്ളേരെ ഇത്? സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ വഷളായോ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇനി ഇതിവിടെ ചോദിക്കരുതെന്ന്. ആ, പിള്ളേരുടെ സംശയങ്ങൾ നമ്മളല്ലാതെ ആര് പറഞ്ഞു കൊടുക്കാനാ ശാലിനി? ചേട്ടാ വേണ്ട, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിൽക്കണ്ട. ഓ, വാ തുറന്ന സംശയം ചോദിക്കുന്ന ഒരു കൊച്ചും അതിനൊക്കെ സമാധാനം പറയാൻ പറ്റിയ ഒരു തത്തയും. മോളെ, അച്ഛൻ്റെ അമ്മയുടെ മനസ്സിൽ ഇഷ്ടം തോന്നിയപ്പോൾ ഞങ്ങൾ വിവാഹം കഴിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ സ്നേഹത്തോടുകൂടി ഒന്നായപ്പോൾ അമ്മയുടെ വയറ്റിൽ മോളുണ്ടായി. അങ്ങനെ അമ്മയുടെ വയറ്റിൽ കിടന്ന് മോൾ ഓരോ മാസവും വളർന്നു. തിരിഞ്ഞും മറിഞ്ഞും നിന്റെ കുഞ്ഞിക്കാല് വെച്ച് അമ്മയുടെ വയറ്റിലെ ചവിട്ടുമ്പോൾ അത് സന്തോഷത്തോടുകൂടി സഹിച്ച് 10 മാസം നിന്നെ ചുമന്ന ആളാണ് നിന്റെ അമ്മ. വേദന കടിച്ചമർത്തി നൊന്ത് പ്രസവിച്ച് നിന്നെ ഒരു നോക്ക് കാണാനുള്ള നിന്റെ അമ്മയുടെ വെപ്രാളവും സന്തോഷമൊക്കെ നേരിട്ട് കണ്ടവനാണ് നിന്റെ അച്ഛൻ. മക്കൾക്ക് വേണ്ടി എന്തും ത്യജിക്കുന്നവരാണ് അമ്മമാർ. അവരൊരിക്കലും കരയിപ്പിക്കരുത്. നന്നായിട്ടടിക്കും. അങ്ങനെ അച്ഛാ, എനിക്ക് ചൊറിയുന്നു. നിന്റെ അടവൊക്കെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. അല്ല, നോക്ക്. തടിച്ചിട്ടുണ്ടല്ലോ. എടാ സോമ, ആ, ദേ ഇത് നോക്കിയേ. മൈസൂരാന്റെ ഫാക്ടറിയിൽ നിന്ന് ഏതാണ്ടൊക്കെ ഒഴുക്കി വിട്ടിട്ടുണ്ട് ഇങ്ങോട്ട്. അധികം നിക്കണ്ട, കേറാൻ നോക്കും. വാമോളെ കേറാം. വീട്ടിൽ ചെന്നിട്ടേ മഞ്ഞൾ വെള്ളം കുടിച്ചാൽ മതി. അതൊന്നും വേണ്ട, നല്ല പച്ച വെളിച്ചെണ്ണ വെച്ചാൽ മതി. മനസ്സിലായ? സോമൻ ചേട്ടാ, ആ, പെട്ടെന്ന് കൃഷി ഓഫീസിലോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നാടാ? അതറിയത്തില്ല. പക്ഷിപ്പനി സ്ഥിരീകരിച്ച കുട്ടനാട്ടിൽ താറാവുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നത് തുടരുകയാണ്. തകഴി, നെടുമുടി, പുറക്കാട് പഞ്ചായത്തുകളിലാണ് രോഗം വ്യാപിച്ചിരിക്കുന്നത്. KC ബിബിൻ വിവരങ്ങളുമായി ചേരുന്നു. ബിബിൻ, കൂടുതൽ ഇടങ്ങളിലേക്ക് രോഗം വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? എന്താണ് കുട്ടനാട്ടിലെ നിലവിലെ സ്ഥിതി? മുൻകരുതൽ എന്ന നിലയിലാണ് പക്ഷികളെ കൂട്ടമായി ഇങ്ങനെ കൊന്നൊടുക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഏകദേശം 1/4 ലക്ഷത്തോളം താറാവുകളെ കൊന്നൊടുക്കി കഴിഞ്ഞു. അല്ലാതെ സ്വാഭാവികമായി ചത്തതും ഇത്ര തന്നെ ഉണ്ടാവും. ഏകദേശം 1/2 ലക്ഷത്തോളം താറാവുകളാണ് കുട്ടനാട്ടിൽ ഇതിനകം രോഗം പിടിപെട്ടു. 3-4 വർഷം മുമ്പ് ഇതുപോലെ ഒരു ക്രിസ്മസിനായിരുന്നു പക്ഷിപ്പനി ഒന്ന് നമ്മുടെ എല്ലാം കഞ്ഞൂടി മുട്ടിച്ചത്. തകഴി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലാണ് ആദ്യം രോഗം സ്ഥിരീകരിച്ചത്. നമ്മുടെ സജിയുടെ വീടല്ലേ? ആന്നേ, ഇവിടെ കുറച്ച് താറാവുണ്ട്. പോയി നോക്കാം. എന്നാ പക്ഷിപ്പനി അറിഞ്ഞു കാണുമല്ലോ അല്ലേ? രോഗബാധ ഉണ്ടായ 1 കിലോമീറ്റർ ചുറ്റളവിലെ താറാവുകളെ മുഴുവൻ കൊന്നു കത്തിച്ചു കളയാൻ വേണ്ടി വന്നതാ. ചേട്ടാ, ഓടി വായോ. താറാവിനെ കൊന്നു കത്തിച്ചളയാൻ പോണേ. സാറേ, അതിനെന്റെ താറാവിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ സാറേ. എന്റെ സജി, ഇത് കേന്ദ്രത്തിൽ നിന്ന് വന്ന NCDC ഡയറക്ടറും മൃഗസംരക്ഷണത്തിന്റെ ആൾക്കാരുമാ. എന്നിട്ടാണ് സംരക്ഷിക്കുന്ന മരം കൊല്ലാൻ പോകുന്നത്. എന്റെ സജി, താറാവ് ഒന്നിന് 200 രൂപ വെച്ചിട്ട് കിട്ടും. നീ ഹോൾസെയിൽ ആയിട്ട് അങ്ങ് വിറ്റു എന്ന് കരുതിയാ പോരെ? എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് വിറ്റൂടെ? നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാനിതൊക്കെ പറഞ്ഞിരുന്നത്. പിന്നെ 200 ഉലുവ ആർക്ക് വേണേ പിച്ചക്കാശി? ആദ്യം ഭോപ്പാലിലെ ലാബിൽ നിന്ന് പരിശോധനാ ഫലം പറയട്ടെ, എന്നിട്ട് കത്തിക്കാതെ നിങ്ങളെ. സോമാ, നീ ഹീറോയിസം കളിക്കല്ലേ? ഇവിടുത്തെ താറാവിന്റെ ഇറച്ചി കഴിച്ചിട്ടാ കാട്ടിപ്പുറമ്പിലെ സൂസി ഛർദിലുമായിട്ട് ആശുപത്രി. നീ മിണ്ടാതിരിയടി. എടാ, അവരെന്തെങ്കിലും ചെയ്യട്ടെ മുടിയാനായിട്ട്. അല്ല, ഇത് പക്ഷിപ്പനിയാക്കി തീർക്കാൻ ഇയാൾക്ക് എന്താ എടുക്കാം? ഇവിടുത്തെ നാട്ടുകാരെ പഠിപ്പിക്കാനായിട്ട്.